കണ്ണൂർ കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ മണൽ മദ്യമാഫിയകളുമായി വഴിവിട്ട ബന്ധം പുലർത്തുന്നതായും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് RTO കൺസൾട്ടൻസി നടത്തുന്നതായും ലഭിച്ച പരാതിയെ തുടർന്നായിരുന്നു നടപടി. വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങത്തിന്റെ നേതൃത്വത്തിൽ 5 മണിക്കൂറോളമാണ് പരിശോധന നീണ്ടുന്നത്. കണ്ണപുരം പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഉയർന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങളാണ് വിജിലൻസ് റെയ്ഡിലേക്ക് നയിച്ചത്. രാവിലെ 11 മണിയോടെ ആരംഭിച്ച പരിശോധന വൈകുന്നേരം വരെ നീണ്ടുനിന്നു. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന്റെ ഭാര്യയുടെ പേരിൽ RTO ഓഫീസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന ഒരു കൺസൾട്ടൻസി സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ മറവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ നേരിട്ടാണ് ഇടപാടുകൾ നടത്തുന്നത് എന്നാണ് വിജിലൻസിന് ലഭിച്ച വിവരം. സ്റ്റേഷൻ ഡ്യൂട്ടിക്കിടെ ബന്ധപ്പെടുന്ന വാഹന ഉടമകളെ സ്വാധീനിച്ച് കൺസൾട്ടൻസിയിലേക്ക് എത്തിക്കുന്നതായും ആക്ഷേപമുണ്ട്. കൂടാതെ സ്റ്റേഷൻ പരിധിയിലെ മണൽ മദ്യക്കടത്ത് സംഘങ്ങളുമായി ഈ ഉദ്യോഗസ്ഥന് അടുത്ത ബന്ധമുണ്ടെന്നും ഇവർക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകുന്നുണ്ടെന്നും സൂചനയുണ്ട്. പരിശോധനയുടെ ഭാഗമായി ഉദ്യോഗസ്ഥന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും വിജിലൻസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി പരിശോധിച്ചു. ഇതിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് അറിയുന്നത്. വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങത്തിനൊപ്പം SI നിജേഷ്, ASI ജയശ്രീ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിത്ത്, ഹൈറേഷ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. കേസിൽ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട് മറ്റ് ചില ഉന്നത ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടോ എന്ന കാര്യം വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. അന്വേഷണം പൂർത്തിയാകാത്തതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പാലക്കാട് ജില്ലയിലും കൈക്കൂലിക്കാരൻ പിടിയിലായി. പഞ്ചായത്ത് ക്ലർക്ക് ശ്രീജിത്താണ് വിജിലൻസിന്റെ പിടിയിലായത്. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനായി 2500 രൂപ കൈക്കൂലിയായി ആവശ്യപ്പെട്ടിരുന്നു. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.